ഹലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഏർലി മോർണിംഗ് അതിരാവിലെ ഞാൻ എഴുന്നേറ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ വെളുപ്പാങ്കാലത്തെ ആ ഒരു വ്യൂ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ബേർഡ്സിൻ്റെയൊക്കെ ഭയങ്കര ഒരു കളകള സൗണ്ടും അതും ഇതും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, വെളുപ്പിന് കിച്ചണിൽ കയറിയിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ മോർണിംഗ് ടു ഈവനിംഗ് ഉള്ള കുറച്ച് വിശേഷങ്ങൾ, എന്നാൽ വളരെ കുറച്ച് വിശേഷങ്ങളാണ്. അതിൽ മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ്ങും അതുപോലെ തന്നെ വിളമ്പലും കഴിക്കലും എല്ലാം ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് മുട്ടക്കറിയാണ്. അപ്പോൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ സവോളയും എടുത്തു. എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം അത് കുറച്ച് കൂടുതൽ നേരം അടച്ചു വെച്ച് വേവിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എന്നാന്ന് വെച്ചാൽ ഇന്ന് വെള്ളിയാഴ്ച, ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് ഈവനിങ്ങിൽ നമ്മളൊരു ഗ്രോസറി പർച്ചേസിന് ഇറങ്ങുന്നുണ്ട്. തൊട്ടടുത്തുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിൽ, ഷക്ലാൻ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഗ്രോസറി പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊടികളെല്ലാം നമ്മുടെ മുട്ടക്കറിയിലിട്ടു, സവോളയിലേക്കിട്ടു. അതിന് ശേഷം ഇന്ന് മുട്ടക്കറിയുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ എടുക്കുന്നത് ഇടിയപ്പമാണ്. അപ്പോൾ ഇടിയപ്പവും ജസ്റ്റ് തട്ടിലേക്ക് ആവി കയറാൻ വെച്ചു. അതുപോലെ തന്നെ കുറച്ച് പൊടികളൊക്കെ ഇട്ടിട്ട് അതും ഇട്ടു. അപ്പോൾ എൻ്റെ മുട്ടക്കറി സവോള ഓൾമോസ്റ്റ് വെന്തു. അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, മുട്ട പുഴുങ്ങിയത് ചേർത്തു. ഇതിലേക്ക് പൊടികളായിട്ട് ചേർത്തിരിക്കുന്നത് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പെരിഞ്ജീരകപ്പൊടിയും. ഇത്രയും പൊടികളാണ് ഈ ഒരു സിമ്പിൾ മുട്ടക്കറിയിൽ ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് തക്കാളിയും ചേർത്തു. എരിവിന് പച്ചമുളകും ചില്ലി പൗഡറുമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ അടച്ച് വെച്ച് വേവിക്കുകയാണ്. പിന്നെ അതിന് ശേഷം എൻ്റെ ചായ ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ടിയിട്ടുള്ള 2 ഗ്ലാസ് ചായ. അപ്പോൾ ഞങ്ങളുടെ ചായ റെഡിയായി. പിന്നെ ഇടിയപ്പവും ആവി കയറി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. മുട്ടക്കറിയും അതുപോലെ തന്നെ ചായയും ഇടിയപ്പവും എല്ലാം റെഡിയായി. ഇനി അപ്പോൾ കിച്ചണിലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഡ്യൂട്ടി ഏകദേശം കഴിഞ്ഞു. പിന്നെ ഇതെന്ന് പറയുന്നത് എൻ്റെ കുപ്പിയിൽ പൊടികളെല്ലാം തീർന്നായിരുന്നു. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ കുറേ ദിവസമായിട്ട് എനിക്ക് പൊട്ടിക്കാൻ മടിയായിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് പൊട്ടിച്ച് പാക്കിങ് അഴിച്ച് ബോട്ടിലോട്ടിടുമ്പോൾ നിങ്ങളെയും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതെന്ന് പറയുന്നത് എൻ്റെ അമ്മച്ചി നാട്ടിൽ നിന്ന് മല്ലി കടയിൽ നിന്ന് വാങ്ങിച്ച് കഴുകി ഉണക്കി ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്ത് പൊടിച്ച് തന്നുവിടുന്ന മല്ലിയാണ്. അപ്പോൾ ഈ ഒരു മല്ലിപ്പൊടി വർഷങ്ങളായിട്ട് ഈ ഒരു മല്ലിപ്പൊടിയാണ് ഞാൻ കൂട്ടുന്നത്. അപ്പോൾ ഈ ഒരു മല്ലിപ്പൊടി കൂട്ടി ഇവിടെയുള്ള ഒരു ബ്രാൻഡിൻ്റെ റെഡിമെയ്ഡ് മല്ലിപ്പൊടിയും ഞങ്ങൾക്കിപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ആ ഒരു ഫ്ലേവറും രുചിയും മണവും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യവും ഇതൊക്കെ ലാസ്റ്റ് പാക്കറ്റ്സാണ്. 1 ഇയർ മുന്നേ കൊണ്ടുവച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് പാക്കറ്റ്സാണ്. ഇനിയിപ്പോൾ നാട്ടിലുടനെ പോകുമ്പോൾ ഇതെല്ലാം റീകളക്ട് ചെയ്യണം. അതിനുള്ള പരിപാടി അമ്മച്ചി നാട്ടിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി, പിന്നെ ഉള്ളത് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഉള്ളത് മഞ്ഞൾപ്പൊടിയും. അതും ഈ പറയുന്ന പോലെ തന്നെ മില്ലിൽ പൊടിച്ചിട്ടുള്ള വളരെ ഫ്രഷ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള സ്പൈസസ് ഒക്കെ ഞാൻ നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഇതുമാത്രമല്ല, പെരിഞ്ജീരകപ്പൊടി അമ്മച്ചി റെഡിയാക്കി തരും, ഗരം മസാല പൊടി റെഡിയാക്കി തരും. അങ്ങനെ ഈ 5 കൂട്ടം പൊടികളും നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരലാണ് പതിവ്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ കറികൾക്കൊക്കെ ഇതിട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ കറികൾക്കൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. കാരണം എൻ്റെ മാത്രം ഗുണമല്ല, ആ പൊടികളുടെയൊക്കെ ആ ഒരു ഗുണം കൊണ്ട് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലെ ഫുഡെല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിൽ വെച്ചതിന് ശേഷം ഒരു ഗ്ലാസ് ചൂട് ചായ വിളമ്പി. ചായയ്ക്ക് ശേഷം ഞാൻ ഇന്ന് കഴിക്കുന്നത് 2 ഇടിയപ്പമാണ്. നല്ല ചൂട് ഇടിയപ്പവും അതുപോലെ തന്നെ മുട്ട റോസ്റ്റുമാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്
ആയിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ മുട്ട റോസ്റ്റ്, ഞാൻ മുട്ട റോസ്റ്റ് ഒരുപാട് രീതിയിൽ വയ്ക്കും. മഞ്ഞ കളറിനുള്ള മഞ്ഞപ്പൊടി ഇട്ട് പച്ചമുളക് മാത്രം കീറിയിട്ടിട്ടുള്ള മുട്ട റോസ്റ്റുണ്ട്, പിന്നെ പച്ചത്തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ള മുട്ട റോസ്റ്റുണ്ട്, പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള മുട്ട റോസ്റ്റുണ്ട്. അപ്പോൾ ഇന്നത്തെ മുട്ട റോസ്റ്റ് എന്ന് പറയുന്നത് ചെറിയൊരു ഡ്രൈ പരുവത്തിലുള്ളതാണ്, ഗ്രേവി ആയിട്ടില്ല. അപ്പം ഇതും വെള്ളയപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും പത്തിരിക്കും ഒക്കെ ഭയങ്കര അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ഇടിയപ്പത്തിന് കുറച്ച് സെമി ഗ്രേവിയിലാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് കുറച്ച് ഡ്രൈയിലുണ്ടാക്കി. അപ്പോൾ ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി എൻ്റെ മോർണിംഗ് ടീ കുടിച്ചു, എൻ്റെ ചായ കുടിച്ചു. അതിനുശേഷം ഞാൻ ഇടിയപ്പവും മുട്ടക്കറിയും വളരെ ആസ്വദിച്ച് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഇക്കായും ഒക്കെ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ വളരെ ആസ്വദിച്ച് വളരെ ടേസ്റ്റി ആയിട്ട് എൻജോയ് ചെയ്ത് എൻ്റെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ടേസ്റ്റ് ഈ പൊടികളൊക്കെ തന്നെ, ഈ ഒരു മല്ലിപ്പൊടിയും ഈ ഒരു മഞ്ഞപ്പൊടിയും ഈ മുളക് പൊടിയൊക്കെ കൊണ്ട് തന്നെ ഞാനിപ്പോൾ ടേസ്റ്റി എന്ന് പറയുന്നത് വെറുതെ അല്ല, നല്ല ടേസ്റ്റായിട്ട് തന്നെ ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്യുന്നതാണ്. കാരണം ഇങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് അധികം ഈ അരിപ്പൊടിയൊന്നും കൊണ്ടുവരാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ അടിപൊളിയായിട്ട് നമ്മുടെ അജ്മിയുടെയും അതുപോലെ തന്നെ എല്ലാ ബ്രാൻഡിൻ്റെയും അടിപൊളിയായിട്ടുള്ള അരിപ്പൊടിയും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ സ്പൈസസാണ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഫ്രഷ് ആയിട്ട് കിട്ടണമെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരണം. ബാക്കിയൊന്നും ഞാൻ അങ്ങനെ കൊണ്ടുവരാറില്ല. ബീഫ് കൊണ്ടുവരാറുണ്ട്. ഇനിയിപ്പോൾ പത്തിരി എന്ന് പറയുന്ന ഐറ്റം ഒരുപാട് ഇനി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങളുടെ ഇരാറ്റുപേട്ടക്കാരാണ് ഞങ്ങൾ. അപ്പം ഞങ്ങളുടെ നാട്ടിൽ റോയൽ പത്തിരി തമാർ ഗ്രൂപ്പുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ പത്തിരിയുടെ വലിയ കൺഫ്യൂഷൻ ഇനിയില്ല. അല്ലെങ്കിൽ നമ്മൾ മെയിനായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഐറ്റമാണ് പത്തിരി, ബീഫ്, ഈ സ്പൈസസ് എന്താണേലും കൊണ്ടുവരണം. പിന്നെ പിക്കിൾസൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇനിയിപ്പോൾ അമ്മച്ചിയുടെ സ്പെഷ്യൽ പിക്കിൾസ് ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കി കൊണ്ടുവരണം. അപ്പോൾ ഞങ്ങളിതാ ലിഫ്റ്റിൽ കയറി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഫുഡടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അപ്പോൾ മോർണിംഗിൻ്റെ വിശേഷങ്ങൾ കുറച്ച് ഷെയർ ചെയ്തു. ഇപ്പോൾ അതാ ഈവനിങ് ആയി, ഒരു 4:30 ആയപ്പോഴത്തേനും ഞങ്ങളിതാ ഗ്രോസറി പർച്ചേസിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇക്കായും മക്കളും കൂടി എന്ത് ചെയ്തു, ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി. ഇക്കായും മക്കളും ബേസ്മെൻറ്റിൽ ഇറങ്ങി. കാരണം വണ്ടി ബേസ്മെൻറ്റിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, വണ്ടി എടുത്ത് മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ബേസ്മെൻറ്റിൽ ഇറങ്ങി. ഞാനിതാ വീണ്ടും പോവാണ്. ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ കുറച്ച് നിങ്ങളെ ഈവനിങ് വ്യൂസ് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇറങ്ങുന്നത്. അപ്പോൾ ഡയറക്റ്റ് ബേസ്മെൻറ്റിലാണെങ്കിൽ ഭയങ്കര ഇരുട്ടാണ്, പ്രത്യേകിച്ചൊന്നും വിശേഷങ്ങളൊന്നും ഷൂട്ട് ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ താമസിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങുന്നത് നിങ്ങളെ എപ്പോഴും കാണിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോർ. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ എപ്പോഴും ഇറങ്ങുന്നത് ഇതിലൂടെയാണ്. കാരണം എനിക്ക് ആ ബ്യൂട്ടിഫുൾ മോർണിംഗ് ഈവനിങ് വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും മിസ്സായില്ല. നല്ല അടിപൊളി ഈവനിങ് വ്യൂ ആയിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈവനിങ് വ്യൂ ആയിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ ഇറങ്ങുന്നത് ഒരു ഷക്ലാൻ ഞങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ ഗ്രോസറി പർച്ചേസാണ്, വീക്കെൻഡ് ഗ്രോസറി പർച്ചേസാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എൻ്റെ ഗ്രോസറി പർച്ചേസ് വ്ലോഗ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ കാറ് വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അവരിതാ ബേസ്മെൻറ്റിൽ പോയിട്ട് പയ്യെ വണ്ടി എടുത്തുകൊണ്ട് വരികയാണ്. അപ്പം മക്കൾ രണ്ടും വണ്ടിയിലാണ്. അപ്പോൾ സൈറാനെ ഞാൻ കയ്യിൽ പിടിക്കാറുള്ളതാണ്. പക്ഷേ ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ സൈറാനെയും ഞാൻ വണ്ടിയിൽ കൊടുത്തു. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈവനിങ് വ്യൂ ആണ്. ഇനി ഞങ്ങൾക്ക് പല പല പ്ലാനുകളുണ്ട്. പർച്ചേസ് ചെയ്യണം എന്നുണ്ട്. പിന്നെ ടീ സ്നാക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ കഫ്റ്റീരിയയിൽ കയറി കഴിക്കണം എന്നുണ്ട്. ഇതാണ് നമ്മുടെ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 3-4 വർഷം ആകുന്നു. അപ്പോൾ വളരെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ ചുറ്റും പരിസരവും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ നാട് നമുക്ക് മിസ് ചെയ്യാത്ത രീതിയിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇതിന് ചുറ്റിപ്പറ്റിയുള്ളത്. നിറച്ച് മരങ്ങളും അതുപോലെ തന്നെ
കുട്ടികൾക്കാണെങ്കിലും പ്ലേയിങ് ഗ്രൗണ്ടും എല്ലാം. ഹിക്ക വന്നു. അപ്പോൾ ഹിക്ക വന്നു. ഞാൻ പയ്യനെ വണ്ടിയിൽ കയറട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ പർച്ചേസ് വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ എൻ്റെ പർച്ചേസ് വ്ളോഗ് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കാണാത്തവർ കാണുക. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പർച്ചേസിന് വേണ്ടിയിട്ട്, ഞങ്ങളുടെ ഗ്രോസറി പർച്ചേസിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇട്ടിട്ടുണ്ട് ഈ വീഡിയോ. ഞാൻ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് ഇത് വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോഴത്തേനും വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സാറ്റർഡേ ഓർ ഫ്രൈഡേ ആണ് നമ്മുടെ വീക്കെൻഡ് പർച്ചേസ്. അപ്പോൾ സാറ്റർഡേ നാളെ വേറെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ആഴ്ചത്തെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സ്നാക്സ് കൊച്ചിന് സ്കൂളിൽ കൊടുത്തു വിടേണ്ടത് കൊണ്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും സ്നാക്സും വെജിറ്റബിൾസ് സ്കൂളിൽ കൊടുത്തു വിടണ്ട. കൊച്ച് തിരിച്ചു വരുമ്പോൾ ലഞ്ച് കൊടുക്കേണ്ടത് കൊണ്ട് അവൾക്ക് ഇഷ്ടമായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് വെജിറ്റബിൾസ് നോക്കി വാങ്ങിക്കാനും, അതുപോലെ തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്നാക്സും അതുപോലെ തന്നെ ഫ്രൂട്ട്സും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. ഒരുപാട് ഹെവി പർച്ചേസ് ഒന്നും അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോം ഡെലിവറി കൂടുതൽ ഇപ്പം ചെയ്യുന്നുണ്ട്. എപ്പോഴും കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഹോം ഡെലിവറി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോം ഡെലിവറി സാധനം തീരുന്നതനുസരിച്ച് ഹോം ഡെലിവറി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഗ്രോസറി പർച്ചേസ് ചെയ്യാനുള്ളതില്ല. കാരണം അന്ന് തീരുന്നത് വീണ്ടും എന്ത് ചെയ്യും, ഫില്ല് ചെയ്ത് വെക്കലാണ് പതിവ്. അപ്പോൾ ഇതാ ഞങ്ങളുടെ ഷക്ലാൻ ഹൈപ്പർ മാർക്കറ്റ് എത്തി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.